ബിൻ 2019 പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന തൂത്തുവാരി തെരഞ്ഞെടുപ്പാണ് 2019. അതിന് കാരണങ്ങൾ പലതായിരുന്നു. ശബരിമല അടക്കം, രാഹുൽ ഗാന്ധിയുടെ വരവടക്കം, ഒരുപക്ഷെ BJP അധികാരത്തിൽ നിന്ന് മാറിയേക്കാമെന്ന അധികാരമാറ്റ പ്രതീക്ഷയടക്കം, രാഹുൽ പ്രധാനമന്ത്രിയാവുന്ന പ്രചരണമടക്കം 2019 തൂത്തുവാരി തെരഞ്ഞെടുപ്പാണ്. 2019 എന്നുള്ളത് മെച്ചപ്പെടുത്താനാണെങ്കിൽ അത് 2020 ആണ്. അതിൽ സീറ്റ് ഒന്നെങ്കിലും നഷ്ടപ്പെട്ടാൽ തിരിച്ചടിയാണ് എന്ന തിരിച്ചറിവ് UDF-നുണ്ടോ? അബിൻ വർക്കി. ശ്രീ ഹാഷ്മി, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരി എന്ന് പറഞ്ഞാൽ അത് 19 ആയുള്ളൂ. കനലൊരു തരിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കനലൊരു തരിയും ഞങ്ങൾ വെള്ളമൊഴിച്ച് കിടത്തി. ആ 20ാമത്തെ സീറ്റും ഐക്യജനാധിപത്യ മുന്നണി ഈ തവണ ജയിച്ച് താങ്കൾ പറഞ്ഞതുപോലെ 2020 ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 40 ദിവസമായി നടന്ന തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഉടനീളം ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നടന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങളെ പറ്റിയുള്ള ചർച്ചകളായാലും, സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ പറ്റിയുള്ള ചർച്ചയായാലും, നരേന്ദ്രമോദിയെ വിമർശിക്കാതിരിക്കുന്ന പിണറായി വിജയൻ്റെ ചർച്ചയായാലും, രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയായാലും, ഏത് ചർച്ചയിലാണെങ്കിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വലിയ വിജയം നേടിത്തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മാറുന്ന ഇന്ത്യയുടെ സാഹചര്യത്തിൽ, അത് നോർത്ത് ഇന്ത്യയിൽ അടക്കം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിക്ക് തീർച്ചയായിട്ടും ഈ തവണ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്. അതിന് തക്കതായ കാരണങ്ങളും കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അബിൻ, അങ്ങനെ അതിൽ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് അബിനടക്കം പറയുന്നത്, ഇപ്പോൾ രാജസ്ഥാൻ 25 സീറ്റ് BJP നേടി. അതിലപ്പുറം എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ കഴിയുക? മധ്യപ്രദേശിൽ ഒരു സീറ്റ് മാത്രം നഷ്ടത്തിൽ മുഴുവൻ സീറ്റ് BJP നേടി. അതെങ്ങനെ മെച്ചപ്പെടുത്താൻ എന്ന ചോദ്യമല്ലേ? അതേ ചോദ്യം ഇവിടെ ബാധകമല്ലേ? ഇപ്പോൾ രാജസ്ഥാനിൽ 25 അവർക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന അതേ യുക്തി UDF-ന് കേരളത്തിൽ 2019 എന്നുള്ളത് നിലനിർത്താൻ കഴിയില്ല എന്നതിനും ബാധകമാവില്ലേ ശ്രീ അബിൻ വർക്കി? അതായത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലേക്ക് BJP കടന്നു വരില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ സുവ്യക്തമാണ്. BJP അക്കൗണ്ട് തുറക്കാൻ പോയിട്ട് അക്കൗണ്ടിൻ്റെ ഫോം പോലും പൂരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിലിരിക്കുന്നത്. പിന്നെ രണ്ടാമതുള്ളത് BJP-യുടെ B ടീമായിട്ടുള്ള CPM ആണ്. അപ്പോൾ അവരുടെ കള്ളി കേരളത്തിൽ കഴിഞ്ഞ 38 ദിവസമായിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തിൽ വളരെ വെളിവായിട്ടുണ്ട്. കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയോട് എത്ര സീറ്റ് ജയിച്ചാൽ അത് ഭരണത്തിനുള്ള മികവിനുള്ള തെളിവാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 സീറ്റ് ജയിച്ചാൽ തന്നെ അത് തെളിവാണ് എന്നാണ് പറഞ്ഞത്. അതായത് അത്രയേ പ്രതീക്ഷയുള്ളൂ, 2 സീറ്റിലെ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ആ 2 സീറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളിൽ തന്നെ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൃത്യമായ പ്രചരണം, അത് വളരെ മികച്ച രീതിയിൽ രാഷ്ട്രീയമായി തന്നെ പ്രചരണം നടത്തി അവസാന ഘട്ടത്തിൽ നില തെറ്റിയ CPM രാഹുൽ ഗാന്ധിക്കെതിരെ, ഏത് രാഹുൽ ഗാന്ധി? തമിഴ്നാട്ടിൽ CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തെക്കാൾ വലിയ ചിത്രമായി വിൽക്കുന്ന രാഹുൽ ഗാന്ധി, രാജസ്ഥാനിൽ സിക്കാർ എന്ന് പറയുന്ന മണ്ഡലം സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും, അവിടെ വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ സീതാറാം യെച്ചൂരിയുടെയും പിണറായി വിജയന്റെയും പടമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ മാത്രം ചിത്രം വെച്ചിരിക്കുന്ന CPM, ആ CPM കേരളത്തിൽ വന്ന് സംഘപരിവാറിന്റെ ഏജന്റായിട്ടുള്ള പിണറായി വിജയനും പിണിയാളുകളും ചേർന്ന് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും അതിന് തക്കതായ പ്രതിഫലവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾ 2020 നേടും എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുന്നണി 300 സീറ്റോടെ അല്ലെങ്കിൽ അതിലധികം സീറ്റോട് കൂടി ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.